ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ശേഷം വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുമെന്ന് KEB. ഇന്നത്തെ വൈദ്യുതി ഉപഭോഗം 400 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി. പ്രശാന്ത്, നിയന്ത്രണത്തിന്റെ സാഹചര്യമൊക്കെ മാറിയെന്നായിരുന്നല്ലോ സർക്കാർ വിശദീകരിച്ചത്. എന്തുകൊണ്ടാണ് ഇന്ന് വീണ്ടും നിയന്ത്രണം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം? കഴിഞ്ഞ 13 ദിവസമായി ഈ വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഒരു ആവശ്യകത വന്നിരുന്നില്ല. കാരണം മഴ ലഭിച്ചു എന്നതാണ്. മാത്രമല്ല, നമുക്ക് ചെറു കരാറിലൂടെ, ഷോർട്ട് ടേം കരാറിലൂടെ വൈദ്യുതിയും ലഭിച്ചു തുടങ്ങിയിരുന്നു. ഏതായാലും എൽനിനോ പ്രതിഭാസവും തുടർന്നുണ്ടായ മഴക്കുറവും അന്തരീക്ഷ താപനില താഴ്ന്ന ഉയർന്ന നിലയിൽ തുടരുന്നത് കാരണമാണ് സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ച ഒരു സാഹചര്യം വന്നത്. അതുകൊണ്ട് തന്നെ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് രാജ്യത്താകമാനം വൈദ്യുതി ആവശ്യകത കൂടിയാൽ പവർ എക്സ്ചേഞ്ചിലൂടെയുള്ള വൈദ്യുതിയുടെ ലഭ്യതയിൽ കാര്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് KEB വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യം വിലയിരുത്തിയിട്ട് KEB കണക്കുകൂട്ടുന്നത് ഇന്ന് 300 മുതൽ 400 മെഗാവാട്ട് വരെ ഈ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ്. അതിനാൽ പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ KEB കണക്കുകൂട്ടുന്നത് പോലെ വൈദ്യുതി ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ഇന്ന് രാത്രി 7 മണിക്ക് ശേഷം ഭാഗികമായ ഒരു വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാം എന്നതാണ് പറയുന്നത്. അതായത് ഒരു മുന്നറിയിപ്പാണ് ജനങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റ്, 10 മുതൽ 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണം ഡിമാൻഡ് അനുസരിച്ച്, വൈദ്യുതിയുടെ കുറവുണ്ടാകുന്നതനുസരിച്ച് അല്ലെങ്കിൽ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി ലഭിക്കാത്ത സാഹചര്യം കണക്കുകൂട്ടി ആ സമയങ്ങളിൽ ഉണ്ടാകാം എന്നതാണ് ബോർഡ് അറിയിക്കുന്നത്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പ്രതികരണം കൂടി കാണാം. വൈദ്യുതിയുടെ കാര്യത്തിൽ ലഭ്യത കുറവുണ്ട്. കാരണം മഴ കുറവാണ്. അപ്പോൾ മഴ കുറയുമ്പോൾ രണ്ട് കാര്യം: ഒന്ന്, നമ്മളുടെ സംഭരണികളിലെ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നു, വണ്ടിങ്. സെക്കൻഡ്, ചൂട് കൂടുമ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം കൂടും. അപ്പോൾ കേരളത്തിൻ്റെ പോരായ്മ പരിഹരിക്കാൻ കൂടുതൽ വില നൽകി നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വൈദ്യുതി ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാങ്ങി ഫുട്ബോൾ സമയത്തും രാത്രിയിലെ പീക്ക് ടൈമിലും വൈദ്യുതി സപ്ലൈ ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. പ്രതിസന്ധി ഉണ്ടല്ലേ? അപ്പോൾ പ്രശ്നം